പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ഷൺമുഖ ദശകം എന്ന കൃതിയിലെ 7ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. തീരത്തിരുത്തു അരുവയർ അരുമപ്പൊക്കിൾ പിൻ പൊന്നരഞ്ഞാൺ താരിൽ കോർത്തിട്ടു തങ്കത്തരി തിരളുമരക്കിങ്കിണി തൊങ്ങൽ തൂക്കി നീരിൽ താരമ്പരന്നക്കൊടി അടിമുടി നീരാളി നീർവാറുമൂടി നേരം നടിച്ചൻ മുരുക അരികിൽ വാ മുത്തുവാൻ മയിലിലേറി. തീരത്തിരുത്തു അരുവയർ അരുമപ്പൊക്കിൾ പിൻ പൊന്നരഞ്ഞാൺ താരിൽ കോർത്തിട്ടു തങ്കത്തരി തിരളും അരക്കിങ്കിണി തൊങ്ങൽ തൂക്കി നീരിൽ താരമ്പരന്നക്കൊടി അടിമുടി നീരാളി നീർവാറുമൂടി നേരം നടിച്ചൻ മുരുക അരികിൽ വാ മുത്തുവാൻ മയിലിലേറി. ഇതാണ് ശ്ലോകം. ആദ്യമായി ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. തിരുത്തു അരുവയർ, ദിവ്യവും മനോഹരവുമായ വയർ. അരുമപ്പൊക്കിൾ, അരുമയായ പൊക്കിൾ. തീര പിൻ, പൂർണ്ണമായും അവസാനിക്കുന്നതിന് താഴെയായി. പൊന്നരഞ്ഞാൺ, താരിൽ കോർത്തിട്ട്, പൊന്നരഞ്ഞാണും നൂലിൽ കോർത്തിട്ട തങ്കത്തരി തിരളും കിലുകിലാരവം മുഴക്കുന്ന തങ്കത്തരികളുള്ള മുത്തുകളോട് കൂടിയ അരക്കിങ്ങിണി തൊങ്ങൽ തൂക്കി, അരക്കിങ്ങിണി തൊങ്ങലും തൂക്കി. നീരിൽ താർ അമ്പർ അടിമുടി നീരാളി. നീരിൽ താർ എന്ന് പറയാൻ നീരിൽ വളരുന്ന പുഷ്പം, അത് താമരപ്പൂവാണ്. അമ്പർ ബ്രഹ്മദേവനാണ്. അടിമുടി നീരാളി, വെള്ളത്തിൽ മുങ്ങി പൊങ്ങി. നീർവാറുമൂട്, നീർവാറും ഊട്, വെള്ളം വാർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ. ഇന്നേരം, ഈ നേരത്ത്, ഇപ്പോൾ തന്നെ. എൻ മുരുക, എൻ്റെ മുരുക, മയിലിലേറി, മയിലിൻ്റെ പുറത്തു കയറി. മുത്തുവാൻ അരികിൽ വാ, ഉമ്മ വയ്ക്കാൻ അരികത്തു വന്നാലും. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. എൻ്റെ മുരുക, ദിവ്യവും മനോഹരവുമായ നിൻ്റെ വയറും പൊക്കിളും അവസാനിക്കുന്നതിന് തൊട്ട് താഴെയായി, അതായത് അരയിൽ, പൊന്നരഞ്ഞാണും നൂലിൽ കൊരുത്ത തങ്കത്തരികൾ കിലുകിലാരവമുണ്ടാക്കുന്ന അരക്കിങ്ങിണിയും അണിഞ്ഞ് ബ്രഹ്മദേവനെയും വഹിച്ചുകൊണ്ട് വെള്ളത്തിൽ അടിമുടി മുങ്ങിപ്പൊങ്ങി വെള്ളം ഇറ്റിറ്റു വാർത്തുകൊണ്ട് പറന്നുയർന്നു വരുന്ന അരയന്നപ്പിടയെ മുത്തുവാനായി ഇപ്പോൾ തന്നെ മയിലിൻ്റെ പുറത്തു കയറി വന്നണഞ്ഞാലും. ഈ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ 2 വരിയിൽ ബാലസുബ്രഹ്മണ്യ ഭാവം പകർന്നാടുന്ന ശിവൻ്റെ കേശാദിപാദ വർണ്ണനയുടെ തുടർച്ചയാണ് കാണാൻ സാധിക്കുന്നത്. തിരുത്തു അരുവയർ അരുമപ്പൊക്കിൾ തീര പിൻ പൊന്നരഞ്ഞാൺ എന്ന ആലങ്കാരിക വർണ്ണനയുടെ പൊരുൾ ചിന്തോദീപകം തന്നെയാണ്. ദിവ്യവും മനോഹരവുമായ വയറെന്നാണ് തിരുത്തു അരുവയർ എന്ന പ്രയോഗത്തിൻ്റെ വാച്യാർത്ഥം. ജ്ഞാനമൂർത്തിയായ ശിവൻ്റെ പകർന്നാട്ടമെന്ന നിലയിൽ ഷൺമുഖനെ വ്യാഖ്യാനിച്ചറിയണമെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ. അരിയ പൊക്കിൾ എന്ന പ്രയോഗവും അർത്ഥസമ്പുഷ്ടമാണ്.
അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് വളരുന്ന കുഞ്ഞിൻ്റെ ശരീര രൂപീകരണത്തിനാവശ്യമായ സർവ്വതും അമ്മയുടെ ശരീരത്തിൽ നിന്നും അവൻ്റെ പൊക്കിൾക്കൊടി വഴിയാണ് പകർന്നു കൊടുക്കപ്പെടുന്നത്. ശിശു ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതോടെ അമ്മയുമായുള്ള അവൻ്റെ പൊക്കിൾക്കൊടി ബന്ധം അറ്റുപോകുന്നു. എന്നാലും അതിൻ്റെ അടയാളമൊരിക്കലും നശിച്ചു പോകുന്നില്ല. കുഞ്ഞ് വളർന്നു വലുതാകുമ്പോൾ നാഭിച്ചുഴി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ വയറിനൊരു അലങ്കാരമായി പരിണാമപ്പെടുകയും ചെയ്യുന്നു. ജന്മം നൽകിയ അമ്മയുമായുള്ള നിത്യബന്ധത്തിൻ്റെ അടയാളമായി ശേഷിക്കുന്നത് കൊണ്ടാണ് അരിയ പൊക്കിൾ എന്ന വിശേഷണം ഗുരു ഇവിടെ നൽകിയിരിക്കുന്നത്. അങ്ങനെയുള്ള പൊക്കിളിന് താഴെയായി പൊന്നരഞ്ഞാണും തങ്കത്തരികളുടെ കിലുകിലാരവവുമുള്ള കിങ്ങിണിയും അണിഞ്ഞ് വിരാജിക്കുന്ന ബാലമുരുകനെയാണ് ഗുരു ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അരഞ്ഞാൺ ധരിക്കുന്നത് അരക്കെട്ടിലാണല്ലോ. പൊക്കിളിനു താഴെ ജനനേന്ദ്രിയത്തിന് തൊട്ടു മുകളിലുള്ള ശരീരഭാഗത്തെ ചുറ്റിബന്ധിക്കുന്ന അരഞ്ഞാൺ സ്വാധിഷ്ഠാന ചക്രം എന്ന ആധാരചക്രത്തെ അടയാളപ്പെടുത്തുന്ന സൂചകം കൂടിയാണ്. പൊന്നരഞ്ഞാണത്തോടൊപ്പം തങ്കത്തരികൾ ഇളകി കിലുകിലാരവം മുഴക്കുന്ന അരക്കിങ്ങിണിയും ബാലസുബ്രഹ്മണ്യൻ അണിഞ്ഞിട്ടുണ്ട്. സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ തൊട്ടു കീഴിലായി സ്ഥിതി ചെയ്യുന്ന ജനനേന്ദ്രിയത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ബോധപൂർവം അണിയിച്ചൊരുക്കിയിട്ടുള്ള ആഭരണമാണ് അരക്കിങ്കിണി. ജനനേന്ദ്രിയത്തെ കോണകം കൊണ്ട് മറച്ച നിലയിലാണല്ലോ ബാലസുബ്രഹ്മണ്യൻ്റെ രൂപം ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നത്. ലിംഗസ്വരൂപിയായ ശൈവതത്വപ്പൊരുളിൻ്റെ നിഗൂഢതയും ഇവിടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. പുരാണങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ബാലസുബ്രഹ്മണ്യനെ ജ്ഞാനതലത്തിലേക്ക് ഉയർത്തിപ്രതിഷ്ഠിക്കുന്ന കാവ്യധർമ്മമാണ് ഇവിടെ ദർശിക്കാൻ സാധിക്കുന്നത്. ശ്ലോകത്തിലെ അവസാനത്തെ 2 വരികൾ ശ്രദ്ധാപൂർവം വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നീരിൽ താരമ്പർ അന്നക്കൊടി അടിമുടി നീരാളി നീർവാറും ഊട് ഇന്നേരം നേരം നടിച്ച് എൻ മുരുക മയിൽ ഏറി മുത്തുവാനരികിൽ വാ എന്നിങ്ങനെ പദങ്ങളെ ഇഴപിരിച്ച് വേണം ശ്ലോകാർത്ഥം വ്യാഖ്യാനിക്കേണ്ടത്. നീരിൽ വിരിയുന്ന താമരയിൽ കുടികൊള്ളുന്ന അമ്പർ ബ്രഹ്മാവാണ്. ബ്രഹ്മാവിൻ്റെ വാഹനമായ അരയന്നത്തെയാണ് അന്നക്കൊടി എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പരബ്രഹ്മമൂർത്തിയായ ബ്രഹ്മദേവനെ വഹിക്കുന്ന വാഹനവും ബ്രഹ്മസ്വരൂപത്തോടുകൂടി ഇരുന്നേ മതിയാവും. വെള്ളം ചേർത്ത പാലിൽ നിന്നും പാല് വേർതിരിച്ച് കുടിക്കാൻ കഴിവുള്ള അരയന്നം ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയെ പ്രതീകവൽക്കരിക്കുന്ന കാവ്യബിംബമാണ്. വെള്ളത്തിലും കരയിലും ആകാശത്തിലും സഞ്ചരിക്കാൻ കഴിവുള്ള അരയന്നം ത്രിപുടി മുടിഞ്ഞ അറിവിനെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. അങ്ങനെയുള്ള അരയന്നത്തെ വാഹനമാക്കുന്ന ബ്രഹ്മാവ് ഏകവും അഖണ്ഡവുമായ പരമ്പൊരുൾ തന്നെ ആകുന്നു. ഇവിടെ അരയന്നവും ബ്രഹ്മാവും അരയന്നത്തിൻ്റെ തൂവലിൽ നിന്ന് വാർന്നു വീഴുന്ന ജലവുമെല്ലാം ഒന്നായ പരമ്പൊരുളിൽ നിന്നും ഉണ്ടായി മറയുന്ന പ്രതീതാനുഭവങ്ങൾ മാത്രമാണ്. പ്രാചീന വേദഗ്രന്ഥങ്ങളിൽ ബ്രഹ്മാവിനെ പ്രജാപതിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രകർഷേണ ജന്മം കൊള്ളുന്നവരാണ് പ്രജകൾ. പ്രജനനം എന്നും ജന്മം കൊള്ളലിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ജീവോൽപത്തിയെപ്പറ്റിയും ലോകോൽപത്തിയെപ്പറ്റിയും ഒന്നും അഖണ്ഡിതമായ കണ്ടെത്തലുകൾ ഇന്നോളം ഉണ്ടായിട്ടില്ല. ശാസ്ത്രവും ദർശനശാസ്ത്രവും അതാതിൻ്റെ വഴിക്കുള്ള അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. രണ്ടും ഒരേ ലക്ഷ്യത്തിലേക്കുള്ള വ്യത്യസ്ത മാർഗങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്.
ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.